ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഏത്തപ്പഴം കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ വലിയ 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ഞാൻ ഈ ഒരു രീതിയിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 ഇഞ്ച് കനത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗളിൽ 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് 1 ടീസ്പൂൺ കറുത്തള്ളി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് 1 നുള്ളു സോഡാപ്പൊടിയും 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പം ഞാൻ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പടങ്ങ് കട്ടിയാവരുത്, അതേപോലെ തന്നെ ഒരു പടങ്ങ് വെള്ളം പോലെ ഇരിക്കരുത്. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് വേണ്ടത്. ഇനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഈ ഒരു രീതിയിൽ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് ഫൈനായിട്ടൊന്നും പൊടിക്കണ്ട. ഇതിന് പകരമായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസും എടുക്കാം. ഇനി നമുക്ക് പഴത്തിൻ്റെ ഒരു പീസ് എടുത്തതിന് ശേഷം മൈദയിലിട്ട് ഒന്ന് നന്നായിട്ട് മുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് കോൺഫ്ലേക്സിലിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ മുകളിലോട്ടൊന്ന് വാരിയിട്ട് കൊടുത്താൽ മതി. സൈഡൊക്കെ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം അങ്ങ് ഒരുപാട് കുറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. മീഡിയത്തിനും ഹൈ ഫ്ലെയിമിനും ഇടയിൽ വെച്ച് കൊടുത്താൽ മതി. അധികം എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു സ്നാക്കാണ്. ഇട്ട ഉടനെ തന്നെ ഇളക്കരുത്. 1 മിനിറ്റ് ആയതിനു ശേഷം നമുക്കിതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറച്ചിട്ട് കൊടുത്ത് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പഴംപൊരി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.